പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹയർ സെക്കൻഡറി രണ്ടാം വർഷ റിസൾട്ട് അടുത്ത ദിവസം തന്നെ പ്രസിദ്ധീകരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ് ആണ് സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ സ്കൂൾ വൈസ് റിസൾട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്തതിനു ശേഷം അവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന ഡീറ്റെയിൽസ് നമ്മൾ കോപ്പി ചെയ്ത് എക്സൽ ഷീറ്റിലേക്ക് മാറ്റുകയാണ് പതിവ്. ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഡേറ്റ കോപ്പി ചെയ്ത് എക്സൽ ഷീറ്റിലേക്ക് കൊണ്ടുവരിക. ഇവിടെ നിന്ന് എത്ര കുട്ടികൾ പാസ്സായി, എത്ര കുട്ടികൾ പാസ്സായിട്ടില്ല എന്നൊക്കെ ചെക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ എത്ര കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അതൊക്കെ സാധാരണഗതിയിൽ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചതിന് ശേഷമായിരിക്കും ചെക്ക് ചെയ്യുക. കാരണം 200 300 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ തന്നെ നോക്കി കണ്ടുപിടിക്കുക എളുപ്പമായിരിക്കണമെന്ന് നിർബന്ധമില്ല. പ്രിന്റ് എടുക്കുമ്പോൾ ഈ റെക്കോർഡുകളുടെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന കളർ എങ്ങനെ ഒഴിവാക്കണമെന്ന് ആദ്യം നോക്കാം. അതിനുവേണ്ടി ഈ റെക്കോർഡുകൾ സെലക്ട് ചെയ്യാം. ഒത്തിരിയേറെ റെക്കോർഡ് ഉണ്ടെങ്കിൽ അവയെ ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ വേണ്ടി റോയും കോളവും ചേരുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതിയാകും. അതിനുശേഷം മുകളിൽ ഇവിടെ ഒരു ബക്കറ്റിന്റെ പടം കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേര് ഫിൽ കളർ എന്നാണ്. അത് വൈറ്റ് കളർ ഉപയോഗിച്ച് ഫില്ല് ചെയ്യാനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യാനുള്ള ഒരു കമാൻഡാണിത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ വേറെ കളറുകളുടെ ഓപ്ഷൻ കിട്ടും. നമുക്ക് തൽക്കാലം വൈറ്റ് ഉപയോഗിച്ചാൽ മതിയാകും. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലെ കളർ മാറി. ഇനി ബോർഡർ ലൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. കുറച്ച് മാത്രം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഏറ്റവും ടോപ്പിൽ ഫിൽ കളറിന്റെ ലെഫ്റ്റ് സൈഡിൽ ബോർഡർ ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ഓൾ ബോർഡേഴ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ബോർഡറുകൾ പല രീതിയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾ ബോർഡേഴ്സ് സെലക്ട് ചെയ്താൽ ബോർഡർ ലൈൻസ് ഡിസ്പ്ലേ ആകും. ഇനി ഇവിടെ റിസൾട്ട് NHS ആയിട്ട് വരുന്ന കുട്ടികൾ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഈ റെക്കോർഡുകൾ ഞാനൊന്ന് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം മുകളിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അത് ക്ലിക്ക് ചെയ്ത് ഹൈലൈറ്റ് സെൽസ് റൂൾസ് സെലക്ട് ചെയ്യാം. അവിടെ നിന്ന് ഈക്വൽ ടു എന്ന് പറയുന്ന കമാൻഡ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ NHS എന്ന് ടൈപ്പ് ചെയ്യാം. NHS എന്ന് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത ഉടൻ തന്നെ ഇവിടെ അത് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്ന കാണാം. ഇവിടെ OK ബട്ടൺ പ്രസ് ചെയ്യാം. എത്ര കുട്ടികൾ NHS എന്ന് പറയുന്ന റിസൾട്ടിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഗ്രേഡുകൾ നമുക്ക് നോക്കാം. A+ എല്ലാ വിഷയങ്ങൾക്കും കിട്ടിയിരിക്കുന്ന കുട്ടികളെ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം ഗ്രേഡുകൾ വന്നിരിക്കുന്ന കോളംസ് എല്ലാം സെലക്ട് ചെയ്യാം. അതിനുശേഷം കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന കമാൻഡ് എടുക്കുക. ഹൈലൈറ്റ് സെൽസ് റൂൾസിലേക്ക് വരിക. അവിടെ ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത്. ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് അതെടുക്കുക. ഉടൻ തന്നെ ഇവിടെ B133 എന്ന് കാണിച്ചിട്ടുണ്ട്. അത് ഏറ്റവും ആദ്യത്തെ സെല്ലിലെ വാല്യൂ ആണ്. അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് A+ എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ A+ ഗ്രേഡ് കിട്ടിയിരിക്കുന്ന കോളംസ് എല്ലാം കാണാൻ സാധിക്കും. എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയിരിക്കുന്ന കുട്ടികളെയും നമുക്കിവിടെ കാണാം. സീരിയൽ നമ്പർ 8, സീരിയൽ നമ്പർ 13. ഇവിടെ ഹൈലൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് മാറ്റി കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന ഓപ്ഷൻ മാറ്റാം. OK ബട്ടൺ പ്രസ് ചെയ്യാം. ഇനി A ഗ്രേഡ് കിട്ടിയ കുട്ടികളെ കണ്ടുപിടിക്കണമെങ്കിൽ അതേപോലെ കണ്ടീഷണൽ ഫോർമാറ്റിംഗിലേക്ക് വരിക. ഹൈലൈറ്റ് സെൽസ് റൂൾസിൽ വന്ന് ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് സെലക്ട് ചെയ്യുക. ഇവിടെ A എന്ന് ടൈപ്പ് ചെയ്യുക. A എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രം പോരാ, ഒരു സ്പേസ് കൂടെ കൊടുക്കണം. അല്ലെങ്കിൽ A+ അതിനകത്ത് വരും. ഇനി ഹൈലൈറ്റ് ചെയ്യേണ്ട രീതി മാറ്റുക. ഗ്രീൻ ഫിൽ വിത്ത് ഡാർക്ക് ഗ്രീൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം OK ബട്ടൺ പ്രസ് ചെയ്യാം. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് വളരെ വേഗത്തിൽ കമ്പ്യൂട്ടറിൽ തന്നെ എക്സൽ ഫയലിനകത്ത് റെക്കോർഡുകൾ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ.